നമസ്കാരം. തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് കൺസൾട്ടന്റ് ഫീൽഡ് ഓഫീസർ തസ്തികയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പുറത്തിറക്കി. ആകെ 2 ഒഴിവുകളാണുള്ളത്. താൽപര്യമുള്ളവരും യോഗ്യരുമായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓഫ്ലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഡിസംബർ 16. ആകെയുള്ള 2 ഒഴിവുകളിൽ പോർട്ട് ബ്ലെയറിൽ ഒരു ഒഴിവുണ്ട്, കൊച്ചിയിലും ഒരു ഒഴിവുണ്ട്. ഈ നിയമനം പ്രാഥമികമായ 2 വർഷത്തേക്കാണ്. സ്ഥാപനത്തിന്റെ ആവശ്യകത അനുസരിച്ച് പിന്നീട് 1 വർഷം കൂടി നീട്ടാൻ സാധ്യതയുണ്ട്. കരാർ കാലാവധിയിൽ നിയമിക്കപ്പെടുന്ന വ്യക്തിക്ക് സ്ഥാപനത്തിന്റെ അനുവാദമില്ലാതെ മറ്റു ജോലികളിൽ ഏർപ്പെടാൻ അനുവാദമില്ല. കമ്പനി അവധികൾ ബാധകമായിരിക്കും. ബാധകമായ ഇൻകം ടാക്സും GSTയും നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് ഈടാക്കുന്നതാണ്. കൺസൾട്ടന്റ് ഫീൽഡ് ഓഫീസർ ഓഫ്ഷോർ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി കോർഡിനേഷൻ എന്ന തസ്തികയിലേക്കാണ് നിയമനം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം. വിരമിച്ച ഇന്ത്യൻ നേവി ഓഫീസർമാർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളത്. ഇന്ത്യൻ നേവിയിൽ കുറഞ്ഞത് 10 വർഷത്തെ സേവന പരിചയം നിർബന്ധമാണ്. ഓഫ്ഷോർ എണ്ണ, വാതകം, സമുദ്ര സുരക്ഷ, അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ, ഓഫ്ഷോർ സുരക്ഷാ നയ രൂപീകരണം, HSE, ആരോഗ്യം, സുരക്ഷ, പരിസ്ഥിതി എന്നിവയിൽ പ്രാവീണ്യമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. ബന്ധപ്പെട്ട അധികാരികൾ സർക്കാർ, തീരസംരക്ഷണ സേന, തീരദേശ പോലീസ് എന്നിവരുമായി മികച്ച ഏകോപന ശേഷി ആവശ്യമുള്ള ഒരു ജോലിയാണ് ഇത്. 2025 ഡിസംബർ 16 കണക്കനുസരിച്ച് അപേക്ഷകരുടെ പ്രായം 40-നും 50-നും ഇടയിലായിരിക്കണം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 1,50,000 രൂപ ശമ്പളം ലഭിക്കും. ഈ തുകയിൽ പ്രാദേശിക യാത്ര, ഫോൺ, ഇന്റർനെറ്റ് ചെലവുകളും ഉൾപ്പെടുന്നുണ്ട്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായുള്ള ആഭ്യന്തര യാത്രകൾക്ക് പ്രതിദിനം 1,800 രൂപ അധിക ഭത്തയും ലഭിക്കും. 12 മാസത്തെ സേവനത്തിൽ 20 ദിവസത്തെ ശമ്പളത്തോടുകൂടിയ അവധിക്ക് അർഹതയുണ്ട്. ഇത് പ്രോ റേറ്റ അടിസ്ഥാനത്തിലായിരിക്കും നൽകുന്നത്. അവധികൾ കൂട്ടിച്ചേർക്കാനോ പണമാക്കി മാറ്റാനോ സാധിക്കില്ല. ഓരോ 3 മാസത്തിലും ഹോം ടൗൺ സന്ദർശനത്തിനായി 15 ദിവസത്തെ യാത്രാ സൗകര്യവും കമ്പനി ക്രമീകരിക്കുന്നു. നിയമന സ്ഥലത്ത് ബാച്ചിലർ താമസ സൗകര്യവും ലഭ്യമാകും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ വ്യക്തിഗത അഭിമുഖത്തിലൂടെയായിരിക്കും നടക്കുക. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർക്ക് യാത്രാഭത്തയോ ദൂരയാത്രാഭത്തയോ ലഭ്യമല്ലെന്ന് ഓയിൽ ഇന്ത്യ അറിയിച്ചു. അപേക്ഷകർ വിജ്ഞാപനത്തിൽ നൽകിയിട്ടുള്ള അപേക്ഷാ ഫോർമാറ്റ് പൂർണ്ണമായി പൂരിപ്പിക്കണം. പൂരിപ്പിച്ച അപേക്ഷാ ഫോം ആവശ്യമായ രേഖകൾ സഹിതം സ്കാൻ ചെയ്ത് adv_dsc2025@oilindia.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കണം. ഇമെയിലിന്റെ സബ്ജക്റ്റ് ലൈനിൽ അപേക്ഷിക്കുന്ന തസ്തികയും സ്ഥലവും വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. അവസാന തീയതിക്ക് ശേഷം സമർപ്പിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കില്ല. കൂടുതൽ വിവരങ്ങൾക്കും ഔദ്യോഗിക വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്യാനും www.oilindia.com എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.